നാവിൽ നിന്ന് പുറപ്പെടുന്ന 9ാമത്തെ അക്ഷരമാണ് നൂൻ. നാവിൻ്റെ തല മേലെ മുൻപല്ലിൻ്റെ ഊന്. നാവിൻ്റെ തല അത് മേലെ മുൻപല്ലിൻ്റെ ഊന്. ന ന ന നാനിനനുൻ നനനിനനുൻ നാനിനുനൽ നാനനുന. അടുത്തത് റാ 10ാമത്തെ അക്ഷരം. നാവിൻ്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിൻ്റെ ഊന്. അഥവാ നാവിൻ്റെ തലയുടെ മുതുക് എന്ന് പറയുമ്പോൾ ഈ അടിഭാഗം അത് മേലെ മുൻപല്ലിൻ്റെ ഊൻ. റോ റോ റോ. വായ നിറയെ ശബ്ദമുണ്ടാകുന്ന അക്ഷരമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് പറയണം. മലയാളത്തിലുള്ളതുപോലെ റാ എന്നത് അറബിയിൽ ചില സന്ദർഭങ്ങളിൽ മാത്രം വരുന്നതാണ്. അറബിയിലെ ഒറിജിനൽ റാഇൻ്റെ ഉച്ചാരണം വായ നിറയെ ശബ്ദമുണ്ടാകുന്ന വിധത്തിലാണ്. അത് വരണമെങ്കിൽ നാവിൻ്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിൻ്റെ ഊനിൽ തട്ടേണ്ടതുണ്ട്. അപ്പോൾ റോ റോ എന്ന സൗണ്ട് വരും. ററുൻ ററുൻ. നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളൊക്കെ ഏകദേശം അടുത്തടുത്ത് വരുന്നത് കൊണ്ട് തന്നെ നല്ല കൺഫ്യൂഷന് സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഇത് നന്നായി പഠിച്ച് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് ഉപയോഗിക്കുക തന്നെ വേണം. മലയാളത്തിൽ ചിലപ്പോൾ പറയുമ്പോൾ ആ ഉച്ചാരണമൊക്കെ കിട്ടുന്നുണ്ടാകാം, പക്ഷേ അറബിയുടെ മഖ്റജ് ശരിയായിക്കൊള്ളണമെന്നില്ല.